അവരുടെ ഒരു സ്ട്രാറ്റജി പാകിസ്ഥാന്റെ തുടക്കം തൊട്ടുണ്ട് ഫ്രം ദ ബർത്ത് അവരുടെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ലീഡിങ് എ പ്രോക്സി വാർഫെയർ. നമ്മളുടെ ഡെവലപ്മെന്റ് ഇപ്പൊ നമ്മൾ എത്ര കൂടുതൽ നയപരമായിട്ടും ലോകരാജ്യങ്ങളിൽ ഗ്ലോബൽ മോബിലൈസേഷനും ഒക്കെ നടത്തുമ്പോൾ അവർ ചെയ്യുമെന്ന് പറഞ്ഞാൽ പ്രോക്സി വാർഫെയർ ആണ് അവരുടെ ഒരു സ്ട്രാറ്റജി. ചെറിയ 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 ആ, ഈ ഫയറിങ്ങും ടെററിസ്റ്റ് അറ്റാക്സും ഇതൊക്കെ ഇവരെ മോട്ടിവേറ്റ് ചെയ്ത് അവിടുന്ന് ബിൽഡ് ചെയ്ത് വിടുക. ഇപ്പൊ തന്നെ നമ്മൾ ഇന്ന് ഇതിന്റെ പല രീതിയിലുള്ള ഇവരുടെ ആക്ഷൻസും ഓരോരുത്തരുടെയും സ്വഭാവം കാണുമ്പോൾ തന്നെ ദേ ആർ ഗെറ്റിംഗ് സ്പെഷ്യൽ. അവർക്ക് വേറെ ഒരു ഇതുമില്ല. ദേ ആർ ക്രിയേറ്റ് അവര് ഇപ്പോഴും ട്രൈ ചെയ്യുന്നതാണ് കൗണ്ടർ നറേറ്റീവ്സ് ക്രിയേറ്റ് ചെയ്യാനായി പാകിസ്ഥാൻ ഇപ്പോഴും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദേ ആർ നോട്ട് ഏബിൾ ടു കറക്റ്റ് ദം. അവര് ദേ ഹാവ് ടു ജോയിൻ us in eradicating terrorism and they will get a global support but they are not making it up. Why? Because ഇപ്പൊ നേരത്തെ അനിൽകുമാർ സാർ പറഞ്ഞതും ചന്ദ്രശേഖരൻ സാറും ഒക്കെ പറഞ്ഞതിൽ ഒരു കാര്യമുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ സ്വഭാവം അതാണ്, അവരുടെ പൊളിറ്റിക്സ് അതാണ്. കൺട്രി ഈസ് ലൈക്ക് ദാറ്റ്. സോ അതിലൊരു സ്വാഭാവികമായിട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഒരു ക്യാരക്ടർ, പാകിസ്ഥാന്റെ ക്യാരക്ടർ ചേഞ്ച് ചെയ്താൽ മാത്രമേ അതിന് പറ്റുന്ന രീതിയിലുള്ള റിറ്റാലിയേഷൻസ് നമ്മൾ ചെയ്താൽ, കാര്യം എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു തരി വിട്ടാൽ പോലും അവർ പുതിയ നാമകരണത്തിൽ പിന്നെയും അത് തന്നെയാണ് അവർ ചെയ്യാൻ പോകുന്നതെന്നാണ് ഞങ്ങൾ ഈ മിലിറ്ററിയിലും ഒക്കെ ഉണ്ടായിരുന്നവരും ഇത് ശ്രദ്ധിക്കുന്ന ആൾക്കാർക്കും തോന്നുന്നത്. കാര്യം വി ആർ സീയിങ് ഫ്രം ലോ പാകിസ്ഥാൻ ഒരു നല്ല രാജ്യമായി അല്ലെങ്കിൽ രക്ഷപ്പെട്ടു നിൽക്കുമെന്ന് നമ്മൾക്ക് യാതൊരു വിശ്വാസവും ഇല്ല. അപ്പം അവര് ലീഗൽ ആക്ഷൻസിന് ട്രൈ ചെയ്യും. ഇപ്പൊ അവർ ചെയ്യാൻ പോകുന്ന പബ്ലിക് മൊബിലൈസേഷനോ ലീഗൽ ആക്ഷൻസിനോ ഇതൊക്കെ അവർ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ദേ ആർ നോട്ട് ഏബിൾ ടു കറക്റ്റ് ദംസെൽഫ്. ഇഫ് ദേ ആർ ഏബിൾ ടു കറക്റ്റ് ദംസെൽഫ് ഇറ്റ് വിൽ കം അപ്പ്. So India as a country, we are looking for the development of ourselves. We are ready to support others, the neighbors. We are trying to create a culture of goodwill and peace. ബട്ട് നമ്മളുടെ ഇന്ത്യയുടെ മുന്നേറ്റത്തെയും ഇന്ത്യയുടെ സ്ട്രാറ്റജിയും എല്ലാം ഇവര് തകർക്കാൻ ശ്രമിക്കുന്ന ഇങ്ങനെയുള്ള കുൽസിതമായ കുറെ പ്രവർത്തികൾ കൊണ്ടാണ് ഇവര് ഇത് ചെയ്യാൻ ശ്രമിക്കുന്നത്. അത് ഒരിക്കലും വിജയിക്കപ്പെട്ടില്ല. കാര്യം ധർമ്മയുദ്ധത്തിൽ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന റൈറ്റ് ആയിട്ടുള്ള ആക്ഷൻസിൽ ഒരിക്കലും ഒരു രാജ്യങ്ങൾക്കും ഏത് ഇപ്പം വേൾഡ് ഗ്ലോബൽ എടുത്ത് പാകിസ്ഥാൻ അല്ല, അങ്ങനെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ദോസ് ഹു ആർ ഗോയിങ് ഇൻ ദ റോങ് ട്രാക്സ് ദേ ആർ നോട്ട് ഗോയിങ് ടു സർവൈവ് ഫർദർ. സോ ഇറ്റ് ഈസ് ഇപ്പോഴത്തെ ഒരു ലോകത്ത് തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ്സ് എ ടൈം the blob is against the terrorism and we are rightly doing it and I think this time our army is very much strong enough or army is decided to make it up. And our government has given the full power for it, so we can expect the Pakistan may have to change by a total character. I hope ശരി. the defense will be taking up, or diplomatic will be taking up, or the ruling front will be taking up. And നമുക്കൊരു ദൃഢനിശ്ചയമുണ്ട്, സ്ട്രോങ് ആയിട്ടൊരു വിൽ പവർ ഉണ്ട്, സ്ട്രോങ് ആയിട്ടൊരു ആർമി ഉണ്ട്. We have the resources for it. Probably we are looking into limit the casualties, but clean off the terrorism. I hope this ഓക്കെ. time we are making it. It's just ശരി. a start. We can hope the best.